ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ മുഴുവൻ നിർദ്ദേശങ്ങളും ഒറ്റയടിക്ക് നടപ്പാക്കാൻ കഴിയില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. റിപ്പോർട്ടിലെ രണ്ടാം ഭാഗം മന്ത്രിസഭ പരിഗണിച്ചു. എന്നാൽ ദ്രുതഗതിയിൽ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സാധിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ കലോത്സവങ്ങൾ ഘടനാപരമായ മാറ്റങ്ങൾക്ക് വിധേയമായി ജനകീയമാക്കണമെന്നാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗത്തിലുള്ളത്. ജില്ലാതലത്തോടെ മത്സരങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി സംസ്ഥാനതലം സാംസ്കാരിക വിനിമയത്തിന് മാത്രം ഉപയോഗിക്കണമെന്നും വിവിധ തലങ്ങളിലെ മേളകൾ സംബന്ധിച്ച നിലവിലെ മാനുവലിൽ മാറ്റം വരുത്തണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമായുണ്ട്. എന്നാൽ എല്ലാ നിർദ്ദേശങ്ങളും ഒറ്റയടിക്ക് നടപ്പാക്കാനാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. നമ്മൾ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ച് തയ്യാറാക്കുമ്പോൾ വരുന്ന നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും മുഴുവൻ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പറ്റുമോ? അത് ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പറ്റി, ചില കാര്യങ്ങൾ കുറച്ച് ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും, ചിലത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കും. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റ് 2 റിപ്പോർട്ടും അംഗീകരിച്ചിട്ടുണ്ട്. അതിന് ബഹുമാനപ്പെട്ട കമ്മിറ്റി ചെയർമാൻ ഖാദറിനോട് അങ്ങേയറ്റത്തെ നന്ദിയും കടപ്പാടുമുണ്ട്. അക്കാദമിക് സമയത്തിലെ മാറ്റം, എയ്ഡഡ് സ്കൂളിലെ അധ്യാപക നിയമനം PSCക്ക് വിടുക എന്നതുൾപ്പെടെയുള്ള കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളാണ് മന്ത്രിസഭ അംഗീകരിച്ചത്. റിപ്പോർട്ടിലെ ഒന്നാം ഭാഗത്തിലെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് റൂൾസ് തയ്യാറാക്കാനുള്ള നടപടിക്രമങ്ങളും നടക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.